കണ്ണൂർ പിണറായിയിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി സൗമ്യയുടേത് പ്രൊഫഷണൽ കൊലയാളികളെ പോലും വെല്ലുന്ന നീക്കങ്ങൾ. കാമുകന്മാരുമായുള്ള സുഖജീവിതത്തിന് വിഘാതമായവരെയെല്ലാം കൊല്ലാൻ കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു സൗമ്യ കരുക്കൾ നീക്കിയത്. ഭർത്താവായിരുന്നു എലിവിഷം ഉപയോഗിക്കുന്നതിന് പ്രചോദനം. സ്വന്തം മക്കളെ പോലും കൊന്നുകളഞ്ഞ ആ ക്രൂരതയുടെ ചരിത്രം എങ്ങനെയായിരുന്നുവെന്ന് പരിശോധിക്കാം. എലിവിഷമായിരുന്നു സൗമ്യയുടെ ആയുധം. അത് ചോറിലും കറിയിലുമൊക്കെ കലക്കി നൽകിയായിരുന്നു കൊലപാതകങ്ങൾ ഓരോന്നും. വീട്ടിലെ കിടപ്പറയിൽ സൗമ്യയും കാമുകനുമൊത്തുള്ള ശാരീരിക ബന്ധം നടന്നുകൊണ്ടിരിക്കെ മൂത്ത മകൾ ഐശ്വര്യ മുറിക്കകത്തെ ലൈറ്റിട്ടതാണ് ആദ്യ പ്രകോപനം. കരഞ്ഞ് ബഹളം വെച്ച 9 വയസ്സുള്ള മകൾ ഐശ്വര്യയെ ക്രൂരയായ സൗമ്യ പൊതിരെ തല്ലുകയും ഒടുവിൽ ചോറിൽ വിഷം കൊടുത്ത് കൊല്ലുകയുമായിരുന്നു. കൊല്ലം സ്വദേശിയായ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉപയോഗിച്ച എലിവിഷം എന്ന ആശയമാണ് സൗമ്യ കടമെടുത്തത്. ഐശ്വര്യയുടെ മരണത്തിൽ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ സംശയം തോന്നാത്തതിനാൽ സൗമ്യ പിന്നെയും കാമുകന്മാരുമായുള്ള ബന്ധം തുടർന്നു. ഇവർ തുടർച്ചയായി വീട്ടിലെത്താൻ തുടങ്ങിയതോടെ മാതാപിതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതോടെ അവരെയും മകളെ കൊന്നപോലെ കൊല്ലാൻ സൗമ്യ തീരുമാനിക്കുകയായിരുന്നു. അമ്മ കമലയെ ആദ്യം കറിയിൽ വിഷം കൊടുത്തു കൊന്നു. ഐശ്വര്യ മരിച്ച് 42 ദിവസം തികയുമ്പോഴേക്കാണ് ഈ കൊല നടന്നത്. കമല മരിച്ച് 40ാം ദിവസം അച്ഛൻ കുഞ്ഞിക്കണ്ണനും കറിയിൽ തന്നെ വിഷം നൽകി കൊലപ്പെടുത്തി. തുടർച്ചയായി 3 മരണങ്ങൾ നടന്നതോടെ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ഇതോടെ കിണറ്റിൽ അമോണിയത്തിന്റെ അളവ് ക്രമാതീതമാണെന്നും ഇതാണ് മരണകാരണമെന്നും സൗമ്യ അഭിനയിച്ചു. നാട്ടിലെ ഒരു യുവാവും ഈ പ്രചാരണം ഏറ്റെടുത്തതോടെ അയൽക്കാരും ഇത് വിശ്വസിച്ചു. എന്നാൽ ആരോഗ്യവകുപ്പ് അധികൃതർ മേഖലയിലെ കിണറുകളിൽ പരിശോധന നടത്തിയതോടെ കള്ളി പൊളിഞ്ഞു. ഇതിനിടെ ഛർദ്ദിച്ച് അവശയായ നിലയിൽ അഭിനയിച്ച് അജ്ഞാത രോഗമാണെന്ന് വരുത്താനും സൗമ്യ ശ്രമിച്ചിരുന്നു. ഐശ്വര്യയുടെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി ഒരു ബന്ധു പരാതി നൽകിയതോടെയാണ് സൗമ്യ കുടുങ്ങുന്നത്. മാതാപിതാക്കളുടെ ആന്തരിക അവയവ പരിശോധന റിപ്പോർട്ട് പുറത്തുവന്നതോടെ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.